നമ്മളെ വർക്കല രണ്ടാമത്തെ സൈറ്റാണ്. ഇവിടെ സ്റ്റീൽ വർക്കും ഷട്ടറിങ്ങാണ് നടക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റീലിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് 30 ഡിഗ്രി തന്നെ നമ്മൾ വളച്ച് വെച്ചിട്ടുണ്ട്. അതങ്ങനെയാണ് ചെയ്യണം. അതുപോലെ റിങ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ തലവളവ് ഉണ്ട്. രണ്ടും ഇത് ഇവിടെയാണെങ്കിൽ ഇത് ഈ സൈഡ് അത് അങ്ങനെ തന്നെ ചെയ്യണം. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ബാക്കി എല്ലാ സ്റ്റീലുകളും നമ്മുടെ കോളത്തിൽ തന്നെ കയറിയിട്ടുണ്ട്. അത് പക്കയായിട്ട് തന്നെ അത് വന്നിട്ടുമുണ്ട്. എല്ലാം കറക്റ്റ് തന്നെയാണ്. അതുപോലെ ഈ ചെയ്തേക്കുന്നത് ഇതുണ്ട ഡെവലപ്പിംഗ് ലെങ്ത് എന്ന് പറയും. ഇതുണ്ട ഇത് നമ്മൾ മേളത്തെ കമ്പി കറക്റ്റ് താഴോട്ട് വളച്ച് വെച്ചിട്ടുണ്ട്. താഴത്തെ കമ്പി അതുപോലെ അതാണ് മേലോട്ട് വളച്ച് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ചെയ്യണം. ഇത് പല വീഡിയോകളിലും മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ക്ലിയറായിട്ട് തന്നെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലാതെ സ്ട്രൈറ്റ് കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അതിന് വേറെ പ്രയോജനമൊന്നുമില്ല. ഇതുണ്ടോ ഇത് ക്ലിയറായിട്ട് കാണാൻ പറ്റും. ഈ താഴത്തെ കമ്പി കണ്ട വളച്ച് മേലോട്ട് ചെയ്യുന്നുണ്ടോ? ഇതും മേളും താഴോട്ട് വളച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കോൺക്രീറ്റ് കയറുമ്പോഴത്തേക്കും നമ്മൾ ഈ ലോഡ് സ്ട്രൈറ്റ് സെൻറ്ററിലാണ് ലോഡ് പിടിക്കുന്നത്. അപ്പോൾ ഈ ലോഡ് പിടിക്കുമ്പോൾ ഒരു കാരണവശാലും കണ്ടോ ആ കുക്കിട്ടിക്കുന്നതുകൊണ്ട് ആ സൈഡ് നോക്കി അറിയാൻ പറ്റും. കണ്ടോ അവിടെ ഒരിക്കലും താന്ന് വരത്തില്ല. ഇത് പ്ലിന്ത് ബീമിനല്ല, നമ്മൾ ബീം ചെയ്യുമ്പോഴത്തേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടോപ്പിലെ ബീം ചെയ്യുമ്പോഴത്തേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. പ്ലിന്ത് ബീമിന് അത് ഇട്ടിരുന്ന് കഴിഞ്ഞാൽ അത്ര നല്ലതാണ്. കാര്യം എന്താണ്, ഇവിടെ നമ്മൾ എത്ര ലോഡ് നമ്മളിവിടെ സെൻറ്ററിൽ കൊടുത്താലും ആ സാധനം തിരിച്ചു വരത്തില്ല. പക്ഷേ അത് DL ഡെവലപ്മെൻറ്റ് ലെങ്ത് ഇടാതിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഇവിടെയുള്ള നമ്മൾ ഈ കെട്ട് കമ്പി പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് ബെൻഡാവും. അത് ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.